നാട്ടുകാർക്ക് ഭീഷണിയായി മൂവാറ്റുപുഴയ്ക്ക് സമീപം കല്ലൂർക്കാട് മണയന്ത്രം മലയിലെ പാറ ഖനനം. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി നടത്തുന്ന പാറ പൊട്ടിക്കലിൽ വലിയ പാറക്കല്ലുകൾ വീടുകൾക്ക് മുകളിൽ വരെ പതിക്കുന്നുണ്ട്. എന്നാൽ പാറമടയ്ക്ക് അനുമതി നൽകിയ മൈനിങ് ആൻഡ് ജിയോളജി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതിനു നേരെ കണ്ണടച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കല്ലൂർക്കാട് ചാറ്റുപാറ സ്വദേശി സുരേഷ് ബാബുവിന്റെ വീടിന് മുകളിൽ പതിച്ച കല്ലാണിത്. ആരുടെയെങ്കിലും തലയിൽ പതിച്ചാൽ അവരുടെ ജീവൻ എടുക്കാൻ പോലും ഇതിനു ശേഷിയുണ്ട്. സുരേഷ് ബാബുവിന്റെ വീടിന് സമീപം SJ ഗ്രാനൈറ്റ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പാറമടയിൽ നിന്ന് തെറിച്ചു വന്ന കല്ലാണിത്. ഇത് ആദ്യത്തെ സംഭവമല്ല. പാറക്കല്ലുകൾ പതിക്കുമോ എന്ന ഭീതിയിൽ ഇവിടെയുള്ളവർക്ക് കുട്ടികളെ വീടിന് പുറത്തിറക്കാൻ പോലും ഭയമാണ്. ശബ്ദം എന്നും ഉണ്ടാകാറുണ്ട്, ചീള് വന്ന് മുറ്റത്ത് വീഴാറുണ്ട്. ഇത്രയും വലിയ കല്ല് ആദ്യമായിട്ട് തന്നെയാണ്. അനുവദനീയമായ അളവിലുമേറെ സമയക്രമം പാലിക്കാതെയാണ് മണിയന്ത്രം മലയിൽ പാറഖനനം നടക്കുന്നത്. പഞ്ചായത്തിന്റെ അടക്കം പിന്തുണ ഇവർക്കുണ്ട്. നാട്ടുകാർ നിരവധി തവണ പരാതി നൽകി. പക്ഷേ പാറമട ഉടമകൾ സ്ഫോടനങ്ങളുടെ എണ്ണം കൂട്ടിയതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. ഇവിടെ മട സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ അറിയുന്നത് ഇവിടെ ഒരു മട വരുന്നുണ്ടെന്നുള്ളവരെ. ഇവർ പറയുന്ന മെമ്പർ പാർട്ടിക്കാരൊക്കെ വന്ന് ഇവിടെ എൻക്വയറിക്ക് അപേക്ഷിച്ചായിരുന്നു പറഞ്ഞു. അത് പാർട്ടിയുടെ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഈ മടയുടെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പോൾ പിന്നെ ജനങ്ങൾ അറിയുന്നില്ലോ. മട ഇതുവരെ നിർത്തിയിട്ടില്ല, ഒരു മിനിറ്റ് പോലും ഒരു മട നിർത്തിയിട്ടില്ല. അപ്പോൾ അവരോട് ഞാൻ വിളിച്ച് പറഞ്ഞു, മട നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും നിർത്താൻ പാടില്ലായിരുന്നു എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഓൾറെഡി ഹൈക്കോടതി കേസ് നടക്കണതാണ്, പിന്നെ ഇപ്പോൾ മട നിർത്തണതിനാ മട നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആരെങ്കിലും മരിച്ചാൽ നിങ്ങൾ മട നിർത്തില്ല എന്ന് ചോദിച്ചു. അത് അന്നേരത്തെ കാര്യമല്ലേ എന്ന് ചോദിച്ചു. അവർ ഫോണും കട്ട് ചെയ്തു. മണിയന്ത്രം മല നേരത്തെ സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിച്ചതാണ്. പിന്നീട് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകാൻ വനഭൂമി വിട്ടു നൽകി. അപ്പോൾ ഇവിടുത്തെ പ്രകൃതിക്ക് നാശം വരുത്തരുത് എന്നായിരുന്നു വ്യവസ്ഥ. ഇതെല്ലാം അവഗണിച്ചാണ് ഇവിടെ പാറമടയ്ക്ക് അനുമതി നൽകിയത്. ജീവന് ഭീഷണിയായതോടെ പാറമടയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.